ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായ വേദവാക്യം യോശുവ 7-ാം അധ്യായം 6-ാം വാക്യം. യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിന്റെ മുൻപിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണ് കിടന്നു. സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ ശാപതാർപ്പിത വസ്തുവിൽ ചിലതെടുത്ത് യഹോവയുടെ കോപത്തിന് ഇരയായതിനാൽ യഹോവയുടെ കോപം ഇസ്രായേൽ മക്കളുടെ മേൽ ജ്വലിക്കുകയും ഇസ്രായേൽ ഹായി പട്ടണക്കാരുടെ മുൻപിൽ തോറ്റ് 300 പേരോളം കൊല ചെയ്യപ്പെടുകയും ചെയ്തു. ഇതിൽ മനം നൊന്ത് യോശുവ യഹോവയോട് വേദനപ്പെടുന്ന വേദഭാഗമാണിത്. ഒരിക്കൽ 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അഡാൽബർട്ട് പ്രേഗിന്റെ ബിഷപ്പായി അവരോധിക്കപ്പെട്ടു. തന്റെ സ്ഥാനം വളരെ ഉത്തരവാദിത്വം ഉള്ളതാകിയാൽ പിൽക്കാലത്ത് ഒരിക്കലും അദ്ദേഹം ചിരിച്ചതായി കണ്ടിട്ടില്ല. അങ്ങ് എന്തുകൊണ്ടാണ് ചിരിക്കാത്തത് എന്ന് ഒരിക്കൽ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ഈ കുപ്പായവും കുരിശും ധരിക്കുന്നത് എളുപ്പമാണ്, എന്നാൽ മരിച്ചവരെയും ജീവികളെയും ന്യായം വിധിക്കുന്നവന്റെ മുൻപിൽ ബിഷപ്പ് സ്ഥാനത്തിന്റെ കണക്ക് കൊടുക്കുന്നത് വിഷമമേറിയ കാര്യമാണ്. ദൈവസന്നിധിയിൽ ഏറെ വിശുദ്ധിയോടെ നിൽക്കേണ്ട കാലമാണിത്. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറ ജീവിത വിശുദ്ധിയിൽ ആണ്. ഒരു പാപി പോലും സ്വർഗത്തിൽ പ്രവേശിക്കയില്ല എന്ന സത്യം നാം മനസ്സിലാക്കിയാൽ ന്യായവിധി ദിവസത്തിൽ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് ഏറ്റവും വിഷമമേറിയ കാര്യമാണെന്ന് നാം മനസ്സിലാക്കും. നമ്മിലെ പാപം ഏറ്റുപറഞ്ഞ് യേശുവിലൂടെയുള്ള രക്ഷ സ്വായത്തമാക്കുവാൻ കഴിഞ്ഞാൽ ഈ നോയമ്പുകാലം ധന്യമാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, വിശുദ്ധമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ക്രൂശിൽ നീ ചൊരിഞ്ഞ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളോട് കരുണ തോന്നണമേ. ആമേൻ.